ദുനിയാവിലെ ജീവിതം അവസാനിച്ച് നമ്മളെത്തുന്ന ഖബറിൽ ഉള്ള ജീവിതം. 4 ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിചാരണ നടത്തുമ്പോഴുമുള്ളതാണ്. ഈ ചോദ്യങ്ങൾ എന്ത് എന്നറിഞ്ഞതുകൊണ്ട് ഉത്തരം പറയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ചോദ്യങ്ങൾക്ക് സാധാരണ നമ്മൾ ഉത്തരം പഠിച്ചു വയ്ക്കുകയും എന്നിട്ട് ആൻസർ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള പരീക്ഷാ ഹാളുകളിലൊക്കെ ഉള്ളത്. അത് ഭൗതികമായ ലോകത്തെ പരീക്ഷകളാണ്. മനുഷ്യൻ അഭൗതികമായ ലോകത്തേക്ക് പ്രവേശിക്കുന്നതോടുകൂടി എല്ലാ സിസ്റ്റവും മാറുമെന്ന് നമ്മൾ പ്രപഞ്ചത്തിലുള്ള പല വസ്തുക്കളെയും ഉദാഹരണമായി പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പഠിക്കുക എന്നതിനേക്കാൾ ഉപരി നാം ശ്രദ്ധ ചെലുത്തേണ്ടത് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുന്നവനായി തീരാൻ ഞാൻ എന്തു ചെയ്യണം, എങ്ങനെ ഞാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താലാണ് എനിക്കുത്തരം പറയാൻ സാധിക്കുക എന്നതാണ്. അതിലേറ്റവും പ്രധാനമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് ഈ ഇഹലോക ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രമാണ്. ഇഹലോക ജീവിതം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കളി തമാശയാണ്. അതിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ യഥാർത്ഥ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒന്നാമത്തെ സ്റ്റേജാണ് മരണമെന്ന് പറയുന്നത്. ഈ മരണവും ജീവിതവും തമ്മിലുള്ള അകലം, ജീവിതവും മരണവും തമ്മിലുള്ള അകലം വളരെ ചെറുതാണ്. അതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് ഉത്തരം ചെയ്യാൻ നമുക്കാവണമെങ്കിൽ ഒന്നാമതായി നമ്മളെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണത്തെക്കുറിച്ചുള്ള സ്മരണയാണ്. ധാരാളമായി സ്മരിക്കേണ്ട, ഓർക്കേണ്ട കാര്യം മരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടെ പറയുമായിരുന്നു, അക്സിറു ദിക്റ ഹാദിമൽ ലദ്ദാത്ത്. ഉത്തരം പറയാനുള്ള ശേഷി നമുക്കുണ്ടാകാൻ അക്സിറു ദിക്ർ, നിങ്ങളൊരു സ്മരണ വർദ്ധിപ്പിക്കണം. ആ സ്മരണയെക്കുറിച്ച് പറഞ്ഞത് ഹാദിമൽ ലദ്ദാത്ത് എന്നാണ്. എല്ലാ സുഖങ്ങളെയും എല്ലാ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന, തകർത്ത് കളയുന്ന ഒന്നിനെക്കുറിച്ചുള്ള സ്മരണ. അതെന്താണ്? അതാണ് മരണമെന്ന് പറയുന്നത്. നമ്മുടെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് അതായിരിക്കണം, മരണത്തെക്കുറിച്ചുള്ള ചിന്ത. മരണത്തെക്കുറിച്ചുള്ള ചിന്ത മറ്റേതെങ്കിലും ചിന്തകളെപ്പോലെ ഉണ്ടാകുന്ന ഒന്നല്ല. മറിച്ച് നിരന്തരം ആ ചിന്ത നഷ്ടപ്പെട്ടു പോകാതെ നമ്മിലുണ്ടാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും അനേകം മരണങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, സാക്ഷികളാകുന്നു. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ. എന്തിനാണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞത്? മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഹാദിമൽ ലദ്ദാത്ത് എന്നാണ്. ഇവിടെയുള്ള എല്ലാ സുഖങ്ങളെയും നശിപ്പിക്കുന്ന, എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പരമമായ ശാശ്വതമായ സുഖത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒന്നാണ് മരണം.
ആ ശാശ്വതമായ സുഖം നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ രംഗമാണ് ഖബറിലെ ജീവിതം എന്ന് പറയുന്നത്. അത് മനുഷ്യൻ അല്ലാഹു മരണം തന്നിട്ടുള്ളത് ഈ ഭൗതികമായ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് വിശ്രമിക്കാൻ വേണ്ടിയുള്ളതാണ്. അതാണ് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വികാരം. ഈ മരണത്തെക്കുറിച്ച് നമുക്ക് അശ്രദ്ധ വരുമ്പോൾ സംഭവിക്കുന്നത്, നാം അക്രമികളായി മാറും, കുഴപ്പക്കാരായി മാറും, തിന്മകൾ ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരായി മാറും. മരണത്തെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പ്രേരകമുണ്ടാകും. പരലോകത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം നബിയുടെ ജീവിതത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് തിരുമേനി ഒരു സദസ്സിലിരിക്കുമ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വന്നു. എന്നിട്ട് ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് സലാം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ദൽ. ഒന്നാമത്തെ ചോദ്യം അതാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, വിശ്വാസികളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠമായവൻ എന്ന്? അഫ്ദൽ. നബി തിരുമേനി മറുപടി പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ. ഏറ്റവും നല്ല ഉത്തമ സ്വഭാവം ആരിലാണോ ഉള്ളത് അവനാണ് ഏറ്റവും ശ്രേഷ്ഠമായവൻ എന്ന്. ഇദ്ദേഹം രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അഖ്യസ്. എന്നാൽ വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? അഖ്യസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ ഉലൈകൽ അഖ്യാസ്. ആരാണ് ബുദ്ധിമാന്മാർ? തിരുമേനിയുടെ നിർവചനം ഇങ്ങനെയാണ്, അക്സറുഹും ലിൽ മൗതി ദിക്റ. ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ഓർക്കുന്നവൻ ആരാണോ അവനാണ് ബുദ്ധിമാൻ. എന്നിട്ട് വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവൻ ആരാണോ ഉലൈകൽ അഖ്യാസ്, അവരാണ് ബുദ്ധിമാന്മാരെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു തന്നത്. നോക്കൂ, മരണത്തെക്കുറിച്ച് ഞാൻ പറയുന്നതും നിങ്ങളെ കേൾപ്പിക്കുന്നതും നിങ്ങളൊരിക്കലും ജീവിതത്തോട് ഏതെങ്കിലും രൂപത്തിലുള്ള നിരാസം പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല, അതിനല്ല. മരണത്തിൻ്റെ കാലൊച്ച ജീവിതത്തിൽ നമ്മളൊക്കെ എല്ലാവരും കേൾക്കണം, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കണം. ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇത് സംസാരിക്കുവാൻ അള്ളാഹു എന്നെ ഈ സന്ദർഭത്തിൽ നിശ്ചയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഒരിക്കലും നമ്മെ നശിപ്പിക്കുന്നതല്ല, മറിച്ച് കൂടുതൽ പ്രൊഡക്റ്റീവാകാനുള്ളതാണ്, കൂടുതൽ നന്നാകാനുള്ളതാണ്. അതിനാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത. ആ ചിന്ത വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നന്മയിലെത്തും, തിന്മയിൽ നിന്ന് അകലുകയും ചെയ്യും. അതാണ് ഈ ഖബറിലെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു ചിന്ത, ഓരോ കർമ്മങ്ങളും എൻ്റെ അവസാനത്തെ കർമ്മമാണ് എന്നതായിരിക്കണം. ഓരോ നിമിഷവും കഴിഞ്ഞു പോകേണ്ടത് അങ്ങനെയാണ്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഈ സംസാരം നടത്താൻ ഞാൻ ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ്. അത് പറയുമ്പോൾ സത്യത്തിൽ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് നമ്മുടെ ജീവിതമെന്ന് ഓരോ ദിവസവും നമുക്ക് അല്ലാഹു കാണിച്ചു തരുന്നില്ലേ?
എത്ര സംഭവങ്ങൾ. അതെന്തിനാണ്? അതിൽ നിന്ന് നമുക്കുണ്ടാകേണ്ട പാഠം ഇതെൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷമാണ് എന്നതാണ്. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് മറ്റൊരു സംഭവം പറയട്ടെ. നബി തിരുമേനിയുടെ സന്നിധിയിലേക്ക് ഒരാൾ കടന്നു വരുന്നു. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അല്ലിംനി വ ഔജിസ്. റസൂലെ, എനിക്ക് പഠിപ്പിച്ചു തന്നാലും എനിക്ക് ചുരുക്കി പറഞ്ഞു തരണം എന്നാണ്. കുറച്ച് മതി, എന്തെങ്കിലും പഠിപ്പിച്ചു തരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യം, ഇദാ ഖുംത ഇലസ്സലാഹ് ഔ ഇദാ ഖുംത ഫീ സ്വലാതിക് ഫസല്ലി സ്വലാത മുവദ്ദിഅ. നിങ്ങൾ ചിലപ്പോൾ ഇവിടെയുള്ള ചില പള്ളിയിലൊക്കെ ഇഖാമത്ത് കൊടുത്ത ശേഷം പറയുന്ന ഒരു വാക്കാണ് സല്ലി സ്വലാത മുവദ്ദിഅ. എന്താണ് മുവദ്ദിഅ എന്ന് പറഞ്ഞാൽ? അതാണ് ഈ പറഞ്ഞത്, ഇതെൻ്റെ അവസാനത്തെ സ്വലാത്താണ് എന്ന വിചാരത്തോടു കൂടി നമസ്കരിക്കണം. ഇത് സലാത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാറ്റിലും. തുടർന്ന് നബി പറഞ്ഞു, വലാ തകല്ലം ബികലാമിൻ തഅ്തദിറു മിൻ. നിനക്ക് എക്സ്ക്യൂസ് പറയേണ്ടി വരുന്ന ഒരു വർത്തമാനം നീ പറയരുത്. ഒരു ഇഅ്തിദാർ, ഒരു എക്സ്ക്യൂസ് പിന്നെ പറയേണ്ടി വരുന്ന ഒരു വർത്തമാനം അത് നീ പറയരുത്. മൂന്നാമതായി തിരുമേനി പറഞ്ഞത്, വഅജ്മിഉൽ യഅ്സ അമ്മാ ഫീ ഐദിൻ നാസ്. ജനങ്ങളുടെ കൈകളിലുള്ളതിനെക്കുറിച്ച് നിനക്ക് ആശയുണ്ടാകരുത്, നിരാശയാണ് ഉണ്ടാകേണ്ടത്. ജനങ്ങളുടെ പക്കലുള്ളതിനെക്കുറിച്ച് നമുക്ക് ആശ വന്നാൽ കിട്ടിയില്ലെങ്കിൽ നിരാശ വരും. അപ്പം നിരാശയാണ് അതിൻ്റെ ബേസ് എന്നർത്ഥം. ഇതിൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പഠിപ്പിച്ചത്, ഇദാ ഖുംത ഫീ സ്വലാതിക് ഫസല്ലി സ്വലാത മുവദ്ദിഅ. സ്വലാത മുവദ്ദിഅ നമസ്കാരം മാത്രമല്ല, ഏത് കാര്യമായാലും. ഇന്നിപ്പോൾ നമ്മൾ ക്ലാസ്സിന് വേണ്ടി ഇരിക്കുകയാണ്, ഇതെൻ്റെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന അവസാനത്തെ സംസാരമായിരിക്കും ഇത്. അതായിരിക്കണം നമ്മുടെ ചിന്ത, അങ്ങനെയായിരിക്കണം നാം ജീവിക്കേണ്ടത്. അതാണ്. ഇത് നമസ്കാരത്തിൽ മാത്രമല്ല. നോക്കൂ, നമസ്കാരം എന്ന് പറയുന്നത് പ്രത്യേകമായി തിരുമേനി പറയാനുള്ള കാരണം, ഒരു വിശ്വാസിക്ക് മുമ്പോട്ട് ഗമിക്കാനുള്ള ഫ്യൂവലാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറയുന്നത്. ഒരു ഇന്ധനമാണ് നമസ്കാരം. നമ്മൾ വണ്ടിക്ക് പെട്രോൾ അടിക്കലില്ലേ, പെട്രോൾ സ്റ്റേഷനിൽ കയറ്റിയിട്ട്, എന്നാലേ വണ്ടി മുമ്പോട്ട് പോകൂ. അതുപോലെ മനുഷ്യൻ എന്ന ഈ വണ്ടിയെ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ ഓരോ ദിവസവും സ്റ്റേഷനിൽ കയറ്റി അടിക്കുന്ന പെട്രോളിന്റെ പേരാണെന്ത്? സ്വലാത്ത് എന്ന് പറയുന്നത്. നോക്കൂ, നമസ്കാരത്തിൽ നമ്മൾ കണ്ണ് താഴ്ത്തുന്നു. എന്തിനാ കണ്ണ് താഴ്ത്തുന്നത്? സുജൂദിന്റെ സ്ഥലത്തേക്കല്ലേ നോക്കാൻ പാടുള്ളൂ. എന്തിനാ? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മറ്റൊന്നിനുമല്ല. നമ്മളെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, നമസ്കാര ശേഷം അനാവശ്യമായ കാഴ്ചയിൽ നിന്ന് നീ നിന്റെ കണ്ണിനെ താഴ്ത്തണം. അതിനുവേണ്ടിയാ. നമസ്കാരം കൃത്യമായി നിർവഹിച്ച ഒരുത്തന് പിന്നെ അനാവശ്യമായ കാഴ്ചയിലേക്ക് അവൻ്റെ കണ്ണ് പോകുന്ന പ്രശ്നമില്ല. കാരണം അതിനുള്ള പരിശീലനമാണ് അവന് ലഭിച്ചത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടിയാണ് നിൽക്കേണ്ടത്. എന്തിനാണ് അങ്ങനെ? അത് കഴിഞ്ഞാലും നമ്മുടെ ജീവിതം അപ്രകാരമായിരിക്കണം. അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു നീങ്ങണം. അതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ജീവിച്ചാൽ, അങ്ങനെയാണ് എൻ്റെ കർമ്മങ്ങളെങ്കിൽ ഇതെൻ്റെ അവസാനത്തെ കർമ്മമാണ് എന്ന് വിചാരിക്കുക. ആ വിചാരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പഠിച്ച 7 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, ഒറ്റവാക്കിൽ ഉത്തരം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതുപോരാ, നമുക്ക് ഉത്തരം അവിടെ വെച്ച് പറയാൻ സാധിക്കണം. അതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ വിഷയകമായി സംസാരിച്ചു കൊണ്ട് പറഞ്ഞു. നോക്കൂ, നമ്മളെപ്പോഴും ചിന്തിക്കണം, അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ എൻ്റെയോ നിങ്ങളുടെയോ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ഓർമ്മശക്തി കൊണ്ടോ പ്രാവീണ്യം കൊണ്ടോ വിജ്ഞാനം കൊണ്ടോ പറ്റൂല, പറയാൻ കഴിയില്ല.
അങ്ങനെയാണെങ്കിൽ ബുദ്ധിമാന്മാരൊക്കെ രക്ഷപ്പെടുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദസ്തഗ്ന അന്നാസ ബിദ്ദുനിയ ഫസ്തഗ്നി അൻത ബില്ലാഹ്. ജനങ്ങളൊക്കെ ദുനിയാവിലൂടെ ധന്യത തേടാൻ ഓടി നടക്കുമ്പോ നീ അള്ളാഹുവിലേക്ക് ധന്യതയ്ക്ക് വേണ്ടി ചെല്ലണം. നമുക്ക് ധന്യത കിട്ടേണ്ടത് അള്ളാഹുവിൽ നിന്നായിരിക്കണം. വഇദാ ഫരിഹ അന്നാസു ബിദ്ദുനിയ ഫഫ്റഹ് അൻത ബില്ലാഹ്. ജനങ്ങളൊക്കെ ദുനിയാവിൽ സന്തുഷ്ടരാവുകയാണെങ്കിൽ, ദുനിയാവിനെ കൊണ്ട് സന്തുഷ്ടരാവുകയാണെങ്കിൽ നീ അള്ളാഹുവിനെ കൊണ്ട് സന്തുഷ്ടനാകണം. എനിക്ക് അള്ളാഹുവിനെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് അള്ളാഹുവിനെ മനസ്സിലായിട്ടുണ്ട്, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, അള്ളാഹു എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് സന്തോഷിക്കാൻ കഴിയണം. വഇദാ അനിസ അന്നാസു ബിഅഹ്ബാബിഹിം ഫഅനസ് അൻത ബില്ലാഹ്. ജനങ്ങളൊക്കെ അവർക്ക് പ്രിയപ്പെട്ടവരെ കൊണ്ടാണ്, അവരുടെ പ്രിയപ്പെട്ടവരിലേക്ക് തിരിയുമ്പോഴാണ്, അവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ, സന്തോഷമെങ്കിൽ ഫഅനസ് അൻത ബില്ലാഹ്. നിനക്കിഷ്ടമുണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കണം. അള്ളാഹുവിൻ്റെ കൂടെ ഒരു ചെറിയ സമയം ഒഴിഞ്ഞിരിക്കുക, അപ്പോഴായിരിക്കണം നിനക്ക് ഏറ്റവും സന്തോഷവും സുഖവും തോന്നേണ്ടത്. വഇദാ ദഹബ അന്നാസു ഇലാ മുലൂകിഹിം വകുബറാഇഹിം യസ്അലൂനഹും റിസ്ഖ് വയതവദ്ദദൂന ഇലൈഹിം ഫതബദ്ദദ് അൻത ഇലല്ലാഹ്. ജനങ്ങളൊക്കെ ഭൂമിയിലെ രാജാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും പണക്കാരുടെയും അടുത്ത് റിസ്ഖും അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ, അവരുടെ ഇഷ്ടവും സന്തോഷവും അന്വേഷിച്ചാണ് നടക്കുന്നതെങ്കിൽ ഫതബദ്ദദ് അൻത ഇലല്ലാഹ്, നീ അന്വേഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടമായിരിക്കണം, അള്ളാഹുവിൻ്റെ അടുപ്പമായിരിക്കണം, അള്ളാഹുവിൻ്റെ സ്നേഹമായിരിക്കണം. ഇതാണ് സത്യത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കിതിന് കഴിഞ്ഞാൽ ഉത്തരം പറയാൻ കഴിയും. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതിനാണ് ഇത് വിശദീകരിച്ചു തരുന്നത്. അതാണ്, അവിടേക്ക് നമുക്ക് എത്താൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖാലിദ് ബിൻ വലീദിന് നടത്തുന്ന ഒരു ഉപദേശമുണ്ട്. അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഹ്രിസ് അലൽ മൗത്ത് തൂഹബു ലക്കൽ ഹയാ. യഹ്രിസ് അലൽ മൗത്ത് തൂഹബു ലക്കൽ ഹയാ. നീ മരണത്തെ കൊതിച്ചോ, എങ്കിൽ നിനക്ക് ജീവിതം കിട്ടും. കൊതിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മരണത്തെ നമ്മൾ ആരും ആഗ്രഹിക്കാൻ പാടില്ല. അത് റസൂലിന്റെ കൽപ്പനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വല്ലാത്ത പ്രതിസന്ധി വരുന്ന ഘട്ടമാണെങ്കിൽ പോലും നമ്മൾ പറയേണ്ടത്, അള്ളാഹുവേ, മരണമാണ് എനിക്ക് നന്മയെങ്കിൽ എന്നെ നീ മരിപ്പിച്ചോ എന്നേ പറയാവൂ, അല്ലാതെ പറയാൻ പാടില്ല. പിന്നെന്താ അങ്ങനെ പറഞ്ഞാൽ? നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നോക്കൂ, മരണത്തെക്കുറിച്ചുള്ള ഭയം, അതാണ് വിഷയം. മരണത്തെക്കുറിച്ചുള്ള ഭയം നമുക്കുണ്ടായാൽ, മരിച്ചാൽ ഞാനാകെ നശിച്ചു പോകും എന്ന് നമ്മൾ ചിന്തിച്ചാൽ, യഖ്ശാ ഫഖ്ദാനുൽ ഹയാത്ത്, അവന് ജീവിതം നഷ്ടപ്പെടും. എന്തിനാ അനാവശ്യം ചിന്തിക്കണേ? മരിച്ച ഒന്നും സംഭവിക്കണില്ല. മരിച്ചാൽ ഞാനാകെ തകർന്നു പോകുമെന്ന് വിചാരിച്ചാൽ അവന് ജീവിതം നഷ്ടപ്പെടും. മരിക്കുന്നത് എനിക്കിഷ്ടമാണെന്ന് വന്നാൽ അവന് ജീവിതം സമ്പന്നമാകും. അതാണ് വേണ്ടത്, അവിടേക്കാണ് എത്തേണ്ടത്. മരിക്കാൻ ഭയമില്ലാത്തവന് ജീവിക്കാൻ വലിയ ധൈര്യം കിട്ടും. ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് തന്ന അസൈൻമെൻറ്റ് പൂർത്തിയായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഓഫീസ് സൂപ്രണ്ട് നമ്മളോട് പറയും, നിനക്ക് 3 ദിവസം ഡെഡ് ലൈൻ തരികയാണ് എന്ന് പറയും. അതിൻ്റെ പേരെന്നെ ഡെഡ് ലൈൻ എന്നാ. എന്താ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ആലോചിച്ചോ? എന്തിനാ ഡെഡ് ലൈൻ തന്നത്? എന്തിനാ ഡെഡ് ലൈൻ തന്നത്? ഈ 3 ദിവസം നമുക്ക് ഡെഡ് ലൈൻ തന്നാൽ നമ്മളെന്താവും? കൂടുതൽ ആക്റ്റീവായി വർക്ക് ചെയ്ത് ആ തന്ന ഡെഡ് ലൈനിൻ്റെ ഉള്ളിൽ എന്താക്കും? ഇത്രയേ ഉള്ളൂ, അത് തീർക്കും. അപ്പൊ എന്തിനാ ഡെഡ് ലൈൻ തന്നത്? നമ്മൾ നന്നായി വർക്ക് ചെയ്യാൻ അതിനാ തന്നത്. അതിനെ മരണം, അത്രയേ ഉള്ളൂ. ഡെഡ് ലൈൻ എന്ന പദം ശരിയാണെങ്കിൽ നമുക്ക് അല്ലാഹു ഡെത്ത് തന്നത് എന്തിനാ?
ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എത്ര മനോഹരമാണത്. അപ്പൊ ശരിക്കും ചിന്തിക്കുക, ശ്രദ്ധിക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. ഓരോ കർമ്മങ്ങളും ഇതെൻ്റെ അവസാനത്തെ കർമ്മമാണ് എന്ന വിചാരത്തോടു കൂടി ചെയ്തു. ഓരോ പുഞ്ചിരിയും, ഓരോ തലോടലുകളും, ഓരോ നല്ല വർത്തമാനങ്ങളും, ഓരോ സദഖയും എല്ലാം ഇതെൻ്റെ അവസാനത്തേതായിരിക്കും. അപ്പൊ നമുക്ക് നല്ല ഉത്തരം പറയാനുള്ള ശക്തി കിട്ടും. മൂന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. എന്താണ് സത്യത്തിൽ ഈ മരണം എന്ന് പറയുന്നത്? മരണത്തെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാം നമ്മൾ മാറ്റണം. നോക്കൂ, മനുഷ്യന് വിജ്ഞാനം കിട്ടാൻ 3 മാർഗങ്ങളാണുള്ളത്. 3 മാർഗങ്ങൾ. ഒന്നാമത്തേത് സയൻസാണ്. സയൻസിന് മരണത്തെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടല്ലോ. രണ്ടാമത്തേത് ഫിലോസഫിയാണ്. ഫിലോസഫിക്ക് മരണത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അത്ഭുതം തോന്നും. ഫിലോസഫർമാരുടെ രാജാവ് അറിയപ്പെടുന്ന ഗസാലി, അദ്ദേഹം മരണത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. ഏറ്റവും മനോഹരമായി മരണത്തെ വിശദീകരിച്ച ഫിലോസഫർ ഗസാലിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, വന്നാസു നയ്യാമുൻ വഇദാ മാതു ഇൻതബഹു. ചിലപ്പോൾ മനസ്സിലാവില്ല നമുക്കത്, ആരെങ്കിലുമൊക്കെ വിശദീകരിച്ച് തരേണ്ടി വരും. അദ്ദേഹം പറയുന്നത് വന്നാസു നയ്യാമുൻ, ജനങ്ങളൊക്കെ ഉറങ്ങുകയാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഉറങ്ങണമെന്ന്. ഇപ്പം നമ്മളൊക്കെ ഉറങ്ങണം. വഇദാ മാതു, നമ്മൾ മരിച്ചാൽ ഇൻതബഹു, നമ്മളെന്തായി? ഉണർന്നു. വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? ദിസ് ഈസ് ദ ഫിലോസഫി ഓഫ് ഡെത്ത്. നുള്ളി നോക്കണം നമ്മളിപ്പോൾ എന്താന്നുള്ളത്. അതെ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ സദസ്സിൽ ഭയങ്കര അത്ഭുതമുണ്ട്. അദ്ദേഹം ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നുള്ളി നോക്കാൻ. അപ്പം നുള്ളി നോക്കിയാൽ വേദനിക്കൂലേ? വേദനിക്കും. അപ്പം അദ്ദേഹം പറഞ്ഞു, അതും സ്വപ്നമാണ്. നിങ്ങളിപ്പോൾ ഒരു സ്വപ്നത്തിലാണ്, അതും സ്വപ്നമാണ്. നിങ്ങൾക്ക് സ്വപ്നത്തിൽ പലതും സംഭവിക്കാറില്ലേ? എവിടെയൊക്കെയോ പോയി വരാറില്ലേ? മൂന്നാമത്തേത്, അതാണ് വിജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സോഴ്സ്. അത് വഹിയാണ്, ദിവ്യബോധനങ്ങൾ. ആ വഹീന് മാത്രമേ മരണത്തെക്കുറിച്ച് പറയാനറിയൂ. വഹീന് മാത്രമേ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. എല്ലാവരും പറഞ്ഞ മരണത്തെക്കുറിച്ച് സയൻസ് പറഞ്ഞ നിർവചനങ്ങൾ മുഴുവൻ നമ്മൾ കേട്ടല്ലോ. ബാലിശമാണെല്ലാം, ബാലിശമാണ്. നമ്മളൊരു വളരെ സിമ്പിളായി പറയുന്നത്, മനുഷ്യന്റെ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുമ്പോൾ മനുഷ്യൻ എന്താകുന്നു? മരിക്കുന്നു. അടുത്ത ചോദ്യം വരും, അപ്പം എങ്ങനെയാണ് ബ്ലഡ് സർക്കുലേഷൻ നിന്നത്? അതിനുത്തരല്ല. അത് നിന്നു, ബ്ലോക്ക് വന്നു, അല്ലെങ്കിൽ നിന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഉത്തരമില്ല. നോക്കൂ, കൃത്യമായി മനസ്സിലാക്കണം. ഇതിന് ഉത്തരം പറയാൻ വഹീന് മാത്രമേ സാധിക്കൂ. വഹി വളരെ കണിശമായി കൃത്യമായി പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരിക്കും, എല്ലാവരും മരണത്തെ ആസ്വദിക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം, മരണമെന്ന് പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളി, ദുനിയാവാകുന്ന പാലത്തിലൂടെ മരണമെന്ന കവാടത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ ജീവിതം. മരണമെന്ന് പറയുന്നത് ഒരു ഗേറ്റാണ്. ആ ഗേറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? കടന്നു പോകണം. കടന്നു പോകുന്നത് ദുനിയാവ് എന്ന പാലത്തിൻ്റെ മുകളിലൂടെയാണ്. ആ ഗേറ്റിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യനും ഒരു സൃഷ്ടിയും ലോകത്തില്ലേ ഇല്ല. അപ്പം പിന്നെ ഇതിൽ ബേജാറാകല്ലേ വേണ്ടത്, മറിച്ച് ഇതിനെക്കുറിച്ചുള്ള അശ്രദ്ധയിൽ നിന്ന് നമ്മൾ അകലാണ്. നമ്മൾ ആരാ? സത്യത്തിൽ നമ്മൾ ആരായിരുന്നാലും ശരി, നമ്മൾ ആരാന്നറിയോ? മലക്കുൽ മൗത്തിൻ്റെ കയ്യിലൊരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിലെ ഒരു പേര് മാത്രമാണ് നാം. അതിൽ ബില്യൺസ് ഓഫ് പേരുകളുണ്ട്, അതിലൊരു പേര് മാത്രമാണ് നാം.
അപ്പം ഞാൻ ആരായാലും ശരി, ഞാൻ ആരായാലും, അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞ ഫറോവ, അവൻ്റെ മരണം നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ വായിച്ചിട്ടില്ലേ? ആരായാലും, രാജാവായാലും രാജ്ഞിയായാലും മന്ത്രിയായാലും നേതാവായാലും എല്ലാവരും അല്ലാഹു തആല മനോഹരമായി സൂറത്തു ദുഖാനിൽ അത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ചയും ഞാനത് കേൾപ്പിച്ചു എന്നാണ്. കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ. ഇവിടെ ഒരുപാട് തോട്ടങ്ങൾ കാണുന്നു, ഒരുപാട് ഉറവിടങ്ങൾ കാണുന്നു. വസുറൂഇൻ വമഖാമിൻ കരീം, ഒരുപാട് എസ്റ്റേറ്റുകൾ, ഒരുപാട് പൊസിഷനുകൾ. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, ആരൊക്കെയോ ഇവിടെ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ചിരുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ ഇവിടെ കാണുന്നു. അതൊക്കെ അവരിവിടെ വിട്ടേച്ചു പോയി. അള്ളാന്റെ വാക്കെന്താരോ അതിലേക്ക് നോക്കിയിട്ട് കദാലിക്, അതെ അതാണ് ജീവിതം. അതൊക്കെ നാം എടുത്ത് അനന്തരം കൊടുത്തു. ആർക്ക്? ഖൗമൻ ആഖരീൻ, മറ്റൊരു സമൂഹത്തിന് അനന്തരം കൊടുത്തു. നിങ്ങൾ വിചാരിച്ചു നിങ്ങളതാന്നല്ലേ? എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്താ, എൻ്റെ അക്കൗണ്ടിലാ, എൻ്റെ ഷെൽഫിലാ. നോ, നിങ്ങളതല്ല. അത്രയേ ഉള്ളൂ. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ, അവർക്ക് വേണ്ടി ആകാശമോ ഭൂമിയോ ഒരിറ്റ് കണ്ണിനീര് പോലും പൊഴിച്ചില്ല. ഇതാ സഹോദരന്മാരെ ജീവിതം, ഇതാണ് ജീവിതം. നോക്കൂ, നമ്മളൊക്കെ സാധാരണ മരണ വാർത്ത കേട്ടാൽ എന്താ പറയല്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരോടാ പറഞ്ഞ്? മരിച്ച ആൾക്ക് എന്തെങ്കിലും കിട്ടിയോ? നിങ്ങളത് പറഞ്ഞിട്ട് പറഞ്ഞത് നമ്മളോട്. നാം, ഞാൻ, ഇല്ലാ. അടുത്ത വാചകമാണ്. അറിയില്ല നമ്മൾ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണോ പറഞ്ഞതെന്ന്. ഇന്നാ ഇലൈഹി റാജിഊൻ, നാം അവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. ഇവിടെ ആരും അവശേഷിക്കൂല, ആരും. നോക്കൂ, ഇവിടെ അവശേഷിക്കുമെങ്കിൽ അവശേഷിക്കാൻ അർഹതയുണ്ടായിരുന്ന ഒന്നാമത്തെ ആൾ ആരാ? ഒറ്റ ഉത്തരല്ലേ ഉള്ളൂ, അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലേ? അദ്ദേഹത്തോട് ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് അംബിയയിലെ 34-ാമത്തെ വചനം, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്. എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത് വന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞു, ഓ നീ അള്ളാഹുവിൻ്റെ ദൂതനല്ലേ, അപ്പം നിനക്ക് മരണമൊന്നും ഉണ്ടാവില്ല അല്ലേ? അള്ളാഹു മറുപടി പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്, മുഹമ്മദ് നബി അങ്ങേക്ക് മുമ്പ് ഒരാൾക്കും നാം ഇവിടെ ഖുൽദ് നൽകിയിട്ടില്ല, ശാശ്വതത്വം, മരിക്കാത്ത അവസ്ഥ ആർക്കും നൽകിയിട്ടില്ല. അഫ ഇമ്മിത്ത, അല്ലാത്തൊരു വാക്കാണ്. അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ, മുഹമ്മദ് നബി നിങ്ങൾ മരിക്കും, നിങ്ങൾ മരിക്കുമെങ്കിൽ പിന്നെ അവരിവിടെ അവശേഷിക്കുമോ? ആരും ഉണ്ടാവില്ല. അവശേഷിക്കുമെങ്കിൽ അവശേഷിക്കേണ്ടത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവശേഷിക്കൂല. ശരിക്കും നമ്മൾ മനസ്സിലായിക്കോളി, ദുനിയാവാകുന്ന ബ്രിഡ്ജിലൂടെ മരണമാകുന്ന കവാടത്തിലേക്കുള്ള ആ നടത്തം, ആ കവാടം കടന്നാൽ നമ്മളെ ആലമു ഷഹാദയിൽ നിന്ന് ആലമുൽ ഗൈബിലെത്തും. അതാണ് വഹീ പറയുന്നത്. സയൻസിന് പറയാൻ പറ്റാത്തത് അതാണ്. ആലമു ഷഹാദ, ആലമു ഷഹാദ അതേതാ? അതെ, ഈ പ്രപഞ്ചം, മെറ്റീരിയൽ ലോകം. അവിടുന്ന് എവിടെ എത്തും? ആലമുൽ ഗൈബ്. സയൻസിന് പറയാൻ കഴിയില്ല ആലമുൽ ഗൈബിനെ കുറിച്ച്. ദൃശ്യലോകത്ത് നിന്ന് ഒരു അദൃശ്യ ലോകത്തേക്ക് എത്തും. അത് പുതിയ ലോകമാണ്. ആ ലോകത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളുടെ ലാബുകൾക്ക് സാധ്യമല്ല, നിങ്ങളുടെ നിരീക്ഷണങ്ങൾക്ക് പരീക്ഷണങ്ങൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലോകത്തെക്കുറിച്ച് പറയുന്ന ഒരൊറ്റ വാചകമുണ്ട്. സൂറത്ത് ഖാഫ് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. ഭയങ്കര അത്ഭുതമാണ്. അത് വല്ലാത്തൊരു രംഗമുള്ള കുറേ വചനങ്ങൾ അതിലുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണം. വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ്, വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. നീ പേടിച്ചരണ്ടിരുന്ന സക്രത്തുൽ മൗത്ത് വരും. എന്നിട്ട് അതിൻ്റെ അവസാനം അല്ലാഹു പറയുന്നു, മരിച്ചാലുള്ള അവസ്ഥ എന്താണ്? മരിച്ചാൽ എന്താ? മരിച്ചാൽ നമ്മളൊക്കെ കണ്ടത്
കണ്ണിങ്ങനെ അടഞ്ഞു കിടക്കണം അല്ലേ? അതല്ല കണ്ട്. അല്ലെങ്കിൽ നമ്മളോട് മരണസമയം കൽപ്പിച്ചിട്ടുള്ളത് വിശ്വാസിയുടെ കടമയാണ്, മരിക്കുന്നവന്റെ കണ്ണിങ്ങനെ നമ്മൾ എന്താക്കി കൊടുക്കണം? അടച്ചു കൊടുക്കണം. കേട്ടോ അല്ലാഹു തആല പറയുന്നത്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക് ഫബസറുക അൽയൗമ ഹദീദ്. എന്താ വാക്ക്? ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. എടോ, നീ ഈ മരണത്തെക്കുറിച്ച് അശ്രദ്ധനായിരുന്നില്ലേ? എത്ര മയ്യത്തെടുത്തു? ഓരോ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വിചാരിച്ച ഞാൻ ഇനിയും ഒരു 100 കൊല്ലം ജീവിക്കുന്ന അല്ലേ? അല്ലാഹു പറയാ, ലഖദ് കുൻത ഗഫ്ലത്തിൻ മിൻ ഹാദാ. എന്നാൽ നീ മരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഫകശഫ്നാ അൻക ഗിതാഅക്. നിന്റെ കണ്ണിന്മേലൊരു മൂടി ഉണ്ടായിരുന്നു, ആ മൂടി നാം അങ്ങോട്ട് എടുത്തു. കശഫ്നാ, നാം എടുത്തു, നാം വെളിവാക്കി. അൻക, നിന്നിൽ നിന്ന്. ആ ഗിതാഅക്, ആ മൂടി ശരിക്കൊരു കവറാ. ഇമാം ഗസാലിയുടെ ഫിലോസഫി എനിക്ക് പലപ്പോഴും ഈ ഖുർആനോടൊക്കെ ഇങ്ങനെ അടുത്ത് നിൽക്കണമായി തോന്നുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാ, ഫബസറുക്കൽ യൗം. ആ മൂടി നിന്റെ കണ്ണിന്റെ മുകളിൽ നിന്ന് എടുത്തപ്പോഴോ, ഫബസറുക്കൽ യൗം, അപ്പൊ നിന്റെ കണ്ണ് ഹദീദ്, നല്ല മൂർച്ചയുള്ള കണ്ണായി. എപ്പോ? മരിച്ചേശം. കണ്ണടച്ചാ കിടക്കണ വാപ്പന്നെ കാണൂല. പക്ഷേ അതിനപ്പുറമുള്ള ശക്തിയുള്ള കാഴ്ച കാണും. നിങ്ങളെ മാത്രമല്ല, മൂർച്ചയുള്ള കണ്ണ്. അത്ഭുതകരമായ കാഴ്ചകളാണ് മരണശേഷം കാണാനുള്ളത്. അത്യത്ഭുതകരമായ കാഴ്ചകൾ തിരുമേനി അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ചിലർക്കത് ഭീതിതമായിരിക്കും, ചിലർക്ക് വളരെ സുഖകരമായിരിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എവിടെയായിരുന്നാലും ഇത് സംഭവിക്കും. ഇതൊരു സ്ക്രീനാണ് ശരിക്കും. നോക്കൂ, ബർസഖ് എന്നുള്ള പദത്തിന്റെ അർത്ഥം നമുക്കറിയാം. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ പേര് ആലമുദ്ദുനിയാന്ന്. ആലം ദുനിയ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ലോ ക്വാളിറ്റി എന്നാ. ലോ ക്വാളിറ്റി ലൈഫിലാണ് നമ്മളുള്ളത്. ലോ ക്വാളിറ്റി നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ ലോകത്തിന്റെ പേരെന്താ അറിയോ? ആലമുൽ ബർസഖ്. ബർസഖ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കർട്ടൻ. ഒരു കർട്ടന്റെ മറവിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ വേറെ ഒരു ലോകമാണ്. അതിൽ നമ്മളെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. എവിടെ പോയി ഒളിച്ചാലും ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ആർക്കും കടന്നു വരാൻ പറ്റാത്ത ഒരു വലിയ കോട്ടയുടെ ഉള്ളിലാണെങ്കിൽ പോലും അവിടെ വരും ആര്? അൽ മൗത്ത്. അത് ചിലപ്പം രോഗമായി വരാം, ചിലപ്പോൾ ആക്സിഡൻ്റായി വരാം, ചിലപ്പോൾ ഒന്നുമില്ലാതെ വരാം. അതാണ് അല്ലാഹു തആല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, ഇദാ അറാദല്ലാഹു അംറൻ ഹയ്യ ലഹു അസ്ബാബ്. അല്ലാഹു നിങ്ങൾക്കൊരു അജല് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അജലെത്തുമ്പോൾ അതിന് വേണ്ട കാരണങ്ങൾ അവിടെ റെഡി ആയിരിക്കും. കൃത്യമായി നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവും. വലികുല്ലി ഉമ്മത്തിൻ അജൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. വലികുല്ലി ഉമ്മത്തിൻ അജൽ. ഓരോരുത്തർക്കും അജൽ നിശ്ചയിച്ചിട്ടുണ്ട്, അവധി നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ പറയലെന്താ? ക്യാൻസറായി മരിച്ചു എന്ന് പറയും. ക്യാൻസർ ആയതുകൊണ്ടല്ലടോ മരിച്ച്, ആക്സിഡൻ്റായി മരിച്ചു. നോ, അല്ല, അജലിലെത്തിയത് കൊണ്ടാണ് മരിച്ചത്. അത്രേ ഉള്ളൂ. അജലിലെത്തിയിട്ടില്ലെങ്കിൽ ക്യാൻസർ ആയാലും മരിക്കൊന്നുമില്ല. വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ. കുറ്റം ക്യാൻസറിനാ? നോ, ആക്സിഡൻ്റ് അല്ല. എന്നിട്ട് പേടിച്ചിരിക്കുക മനുഷ്യൻ. അത് ചെയ്യാതെ ഇത് ചെയ്യാതെ, അത് കഴിക്കാതെ ഇത് കഴിക്കാതെ എത്ര ആൾക്കാരാ. വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ ഫഇദാ ജാഅ അജലുഹും. ആ അവധി എങ്ങാണ്ടെത്തിയാൽ ലാ യസ്തഅഖിറൂന സാഅ, ഒരു സെക്കൻഡ് പോലും വൈകൂല. വലാ യസ്തഖ്ദിമൂൻ, മുമ്പോട്ട് പോകില്ല. ആര് പേടിക്കണ്ടെന്നർത്ഥം. നേരത്തെയും മരിക്കൂല, വൈകിയും മരിക്കൂല. അതാണ്. മറ്റത് നമ്മളിങ്ങനെ പറഞ്ഞു വന്ന ഒരു സംഗതിയാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ പ്രവാസികളാണല്ലോ, നമുക്കിത് വേഗം മനസ്സിലാകണം. കുറച്ചുകൂടി നാട്ടുകാരെക്കാൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇത് മനസ്സിലാകണം. നമ്മളൊക്കെ
കഷ്ടപ്പെട്ട് ഇവിടെ ജോലി ചെയ്യണം. മഹാഭൂരിപക്ഷവും ഏതെങ്കിലും കുറവ് ആൾക്കാർ ഇവിടെ സുഖിയന്മാരെ ജീവിക്കണില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അധികവും എല്ലാവരും ആഗ്രഹിക്കുകയാണ് എന്ത്, കുറച്ചെന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നാട്ടിൽ പോകണം അല്ലേ, എന്നിട്ട് അവിടെ പോയി സുഖമായി ജീവിക്കണം. ഇതാണ് സഹോദരന്മാരെ മരണം എന്ന് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. നോക്കൂ, നമുക്ക് നാട്ടിൽ പോകാൻ മടി വരൂല എപ്പോൾ? പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ പോകാൻ മടി വരൂല എപ്പോ? അവിടെ പോയിട്ട് ജീവിക്കാനുള്ള സമ്പാദ്യം ഉണ്ടെങ്കിൽ. അല്ലെങ്കിലോ പോവില്ല. എന്തുകൊണ്ടാണ് നമുക്ക് മരിക്കാൻ പേടി എന്ന് പറയുന്നത്? അവിടെ പോയിട്ട് ജീവിക്കാനുള്ളത് നമ്മളെ കയ്യിൽ ഇല്ല. നമുക്കിത് വേഗം മനസ്സിലാകണം. അതാണ്. എനിക്കൊരു രസകരമായ സംഭവം ഉണ്ടായി കഴിഞ്ഞ മാസം. ഒരു സഹോദരൻ, നമ്മളെ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ, അദ്ദേഹം നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. ജോലിയൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. അതിൻ്റെ ഒരു 3 മാസം മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിനി നാട്ടിൽ പോവാണ്, ഇനി ഇവിടെ നിൽക്കണില്ല, മതിയായി എന്ന്. ഞാൻ പറഞ്ഞു നല്ലതാ, പോയിക്കോളി എന്ന് പറഞ്ഞു. ഇയാളിങ്ങനെ ഇത് തീരുമാനിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് കമ്പനി ടെർമിനേഷൻ നോട്ടീസ് കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പം എന്താണ്ടായ? ഒരു ഞെട്ടലും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഞെട്ടൂലേ? പെട്ടെന്ന് നോട്ടീസ് കിട്ടിയാൽ ആരും ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവിടെ ആ പ്രശ്നമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്. ഇയാൾ ഞെട്ടിയില്ല. എന്തുകൊണ്ടാണ് ഞെട്ടാത്തത്? അയാൾ പ്രിപ്പയർ ആയിരുന്നു പോകാൻ. ഇത്രയേ ഉള്ളൂ. നമ്മളെ പ്രശ്നം എന്താ അറിയോ? നമ്മളെന്തല്ല, നമ്മൾ പ്രിപ്പയർ അല്ല, അതാ പ്രശ്നം. ഇനി ഇപ്പൊ എങ്ങോട്ടാ കാത്തിക്കണ്? അതാലോചിച്ചിട്ട് തീരെ മനസ്സിലാവണല്ലോ. നമുക്ക് വേഗം മനസ്സിലാവും. ഞാനിങ്ങനെ സാധാരണ എയർപോർട്ടിൽ ചെന്നിരിക്കുമ്പോഴേ, എയർപോർട്ടിന് 2 ടെർമിനൽ ഉണ്ടല്ലോ. ഒരു അറൈവൽ ടെർമിനലുണ്ട്, ഒരു ഡിപ്പാർച്ചർ ടെർമിനലുണ്ട്. ഞാനിങ്ങനെ നോക്കും, അറൈവൽ ടെർമിനലിലൂടെ വരുന്നവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പുറത്ത് ആളുകൾ കാത്തിക്കുണ്ടാവും. നമുക്കാണ് ചെല്ലുമ്പോഴുള്ള ആവേശം ഭയങ്കര സന്തോഷമായിരിക്കും. ഡിപ്പാർച്ചർ ടെർമിനലിൻ്റെ അടുത്തൊന്ന് പോയി നോക്കണം. നിങ്ങൾ അനുഭവിച്ചതായിരിക്കും, പോയി നോക്കല്ല. ഭയങ്കര സങ്കടമായിരിക്കും, ദുഃഖമായിരിക്കും അല്ലേ? ഇതല്ലേ സത്യത്തിൽ ജീവിതം? അതല്ലേ ജീവിതം? നമ്മൾ സൗകര്യപൂർവ്വം മറക്കണം എന്ത്? ഡിപ്പാർച്ചറിന്. നോക്കൂ, നമ്മൾ തിരിച്ചു പോരണം. ഇവിടുന്ന് പോകുമ്പോഴുള്ള ആ ഹാപ്പിനെസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യണത്? തിരിച്ചു പോകണം എന്നത് സൗകര്യപൂർവ്വം മറക്കണ്. അതിങ്ങനെ ആലോചിച്ച് നിന്നാ പിന്നെ പോകാൻ പറ്റുമോ? പോയിട്ടുള്ള നാട്ടിൽ 1 മാസമാണെങ്കിൽ 1 മാസം ജീവിക്കാൻ കഴിയുമോ? ഇനി പോണല്ലോ. സത്യത്തിൽ ശരിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. ഞാൻ ഒന്നും കൂടി വിശദീകരിക്കണം. എന്താ വെച്ചാൽ, ഈ മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് നിർവചനം ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി, നമ്മുടെ പ്രിയപ്പെട്ടവരുമായി നമ്മൾ സംഗമിക്കാൻ പോകുന്ന ഒരു പോക്കിനെയാണ് എന്ത് പറയേണ്ടത്? മരണം. നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ഒരുപാട് സംഭവമുണ്ട് സഹാബികളുടെ ജീവിതത്തിൽ. അതാണ്, പ്രിയപ്പെട്ടവരുമായി നമ്മൾ സംഗമിക്കാൻ പോകും. അതുകൊണ്ടാണല്ലോ, നോക്കൂ, ഖബർ സിയാറത്തിന് എല്ലാവരും പോവല്ലേ? എന്താ പറയല്? ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും. എന്താ അങ്ങനെ പറഞ്ഞ? ആലോചിച്ചോ, എന്താ പറഞ്ഞ? ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും, ഞങ്ങളും ഉടനെ നിങ്ങളുമായി ജോയിൻ ചെയ്യാൻ പോവുകയാണെന്നല്ലേ പറഞ്ഞ്? ആണോ? അല്ലേ? അത്രയേ ഉള്ളൂ. ആരാണ് നിങ്ങൾ? നമ്മളൊപ്പമുണ്ട്, ഉമ്മുണ്ട്, സഹോദരനുണ്ട്, സഹോദരനുണ്ട്, എല്ലാവരും ഉണ്ട്. അത്രയേ ഉള്ളൂ. നമുക്ക് ആ പോക്കിന് സന്തോഷം ഉണ്ടാകണം.
കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കാണ് പോകുന്നത്. അത്രേ ഉള്ളൂ. ഇമാം ഗസാലി റഹിമഹുല്ല മരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്തൊരു മനോഹരമായ ഉദാഹരണം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, കുറേ കാലമായിട്ട് നമ്മുടെ ഒരു സ്നേഹിതനുണ്ട്, കുറേ കാലമായിട്ട് അദ്ദേഹത്തെ അങ്ങനെ കണ്ടിട്ടില്ല, ഏതോ രാജ്യത്താണ്. അപ്പോൾ അദ്ദേഹം നമ്മൾ ആ രാജ്യത്തേക്ക് ക്ഷണിച്ചു. നമ്മൾ അയാളുടെ അടുത്ത് പോയി ഒരാഴ്ച അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചു. മനസ്സിലായില്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു വരുമ്പോൾ ചെറിയൊരു ദുഃഖം ഉണ്ടാവും അല്ലേ? ഉണ്ടാവോ? കാരണം നമ്മളെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. പോരുമ്പോൾ ഒരു ദുഃഖം ഉണ്ടാവും, പക്ഷേ ഒരു സന്തോഷം ഉണ്ടാവില്ല. എന്താ? എങ്ങോട്ടാ തിരിച്ചു പോണേ? നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്. ഏതിനാ സന്തോഷം കൂടുതലുണ്ടാകുക? ഈ ദുഃഖത്തിനാണോ തീവ്രത കൂടുതൽ? ഈ സന്തോഷത്തിനാണോ തീവ്രത കൂടുതൽ? നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ ഞാൻ പറയണേ? ഈ ഫ്രണ്ടിനെ വിടുന്ന ദുഃഖത്തിനാണോ തീവ്രത കൂടുതൽ? അല്ല, കുടുംബത്തെയും മക്കളെയും കാണാമെന്ന സന്തോഷത്തിനാണോ തീവ്രത കൂടുതൽ? പിന്നെന്താ? ഇതാണ് മരണം. ഇതാണ് മരണം. അതല്ലേ ബിലാൽ റഹിമഹുല്ല മരണശയ്യയിൽ കിടക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ കുടുംബം കരയുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, കരയാൻ പാടില്ല. വഗദൻ നൽഖൽ അഹിബ്ബ, നാളെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായി കണ്ടുമുട്ടാൻ പോവുകയാണ്. നൽഖൽ അഹിബ്ബ. നിങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹം മരിക്കണതിൻ്റെ തലേ ദിവസം രാത്രി ഒരു സ്വപ്നം കാണുന്നുണ്ട്. അദ്ദേഹം അത് വിവരിക്കുന്നുണ്ട്. നബിയെ സ്വപ്നം കാണും. അന്ന് അദ്ദേഹം നോമ്പാണ്. അത്താഴം കഴിച്ച് ശേഷമാണ് സ്വപ്നം കാണുന്നത്. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വന്ന് പറയുകയാണ്, നാളെ നമുക്കൊന്നിച്ച് ഇഫ്താർ കഴിക്കാം. ഇതാ മരണം. ഇതാണ് മരണം. അതുകൊണ്ടാണല്ലോ സൂറത്ത് ആലി ഇംറാനിൽ ഒരു വചനമുണ്ട്, 170-ാമത്തെ വചനം, ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മൾ എന്താ മരിച്ചുപോയവരെ കുറിച്ച് പറയല്? മരിച്ചുപോയ നല്ല മനുഷ്യരുടെ അവസ്ഥ ഫരിഹീൻ, അവർ ഹാപ്പിയാണ്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു അവർക്ക് കൊടുത്ത ഫദ്ൽ അനുഭവിച്ച് ആസ്വദിച്ച് സന്തുഷ്ടരായി ജീവിക്കുകയാണ് അവർ. മാത്രമല്ല വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം, അവരിലേക്ക് ചെന്നു ചേർന്നിട്ടില്ലാത്ത അവരുടെ ബന്ധുമിത്രാദികളെ കുറിച്ചുള്ള സുവിശേഷം അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു എങ്ങനെ അറിയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്, ഇന്നൽ മുഅ്മിന ഇദാ ഖുബിൽ, ഒരു വിശ്വാസി അവൻ്റെ റൂഹ് പിടിക്കപ്പെട്ടാൽ അത്തതുഹു മലായികത്തുർ റഹ്മ. മുഅ്മിനെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ, മറ്റത് പറയുന്നില്ലല്ലോ. റഹ്മത്തിൻ്റെ മലക്കുകൾ വരും. ബിഹരീറത്തിൻ ബൈദാ, നല്ല വെളുത്ത പട്ടുമായിട്ട് അവർ. ശരീരം കൊണ്ടങ്ങനല്ലേ, റൂഹ് വേറെയാണ്, ശരീരം വേറെയാണ്. ഫയഖൂലൂൻ ഇഖ്റുജി ഇലാ റൗഹില്ലാഹ്, എന്നിട്ട് മലക്കുകൾ ഈ മനുഷ്യന്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയും, അള്ളാഹുവിന്റെ സൽക്കാരത്തിലേക്ക് വാ, അള്ളാഹുവിന്റെ ആശ്വാസം സമാധാനത്തിലേക്ക് റൂഹിനോടാ. ഫതഖ്റുജ്, അപ്പൊ റൂഹ് പുറത്തേക്ക് വരും ശരീരത്തിൽ. അങ്ങനെയാണ് റൂഹ് പോകുന്നത്. കഅത്യബി റീഹിൽ മിസ്ക്, നിങ്ങൾക്കറിയാം റൂഹ് പുറത്തേക്ക് പോകുമ്പോഴുള്ള അതിൻ്റെ ആ ഗന്ധം പറയും, അത്യം മിൻ റീഹിൽ മിസ്ക്, മിസ്കിനേക്കാൾ സുഗന്ധം. എന്നിട്ട് പറയാം മലക്കുകൾ ഇത് കൊണ്ടുപോകുമ്പോൾ ഹത്താ ഇന്നഹു ലയുനാവിലഹു ബഅ്ദുഹും ബഅ്ദാ, അവർ പരസ്പരം ഇങ്ങനെ കൈമാറും ഈ റൂഹിനെ. വെളുത്ത പട്ടിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന റൂഹ.
എന്നിട്ട് ഫയശുമ്മൂനഹു, ഷമ്മ പറഞ്ഞ നല്ല സുഗന്ധമുള്ളതൊക്കെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? മലക്കുകൾ ഇങ്ങനെ പരസ്പരം കൈമാറി മണക്കുന്ന അത്രയും നല്ല സ്മെല്ലായിരിക്കും. എന്നിട്ട് ഹത്താ യഅ്തൂന ബിഹി ബാബസ്സമാ, കൊണ്ടുപോവുക. പോകേണ്ട സ്ഥലം ആകാശത്തിന്റെ മുകളിൽ. അപ്പൊ ആകാശത്തിന്റെ ഒന്നാമത്തെ ആകാശത്തിന്റെ വാതിലെത്തും. ഫയഖൂലൂൻ, അപ്പൊ ആ ആകാശത്ത് കാവലിരിക്കുന്ന മലക്കുകൾ ചോദിക്കും, മാ ഹാദിഹി റീഹു ത്വയ്യിബ അല്ലതി ജാഅത് മിനൽ അർദ്. എന്താണ് ഈ സുഗന്ധം? ഭൂമിയിൽ നിന്ന് എന്തോ ഒരു സുഗന്ധം കൂടി വരുന്നുണ്ടല്ലോ, എന്താണത്? ഇങ്ങനത്തെ ഒരു സുഗന്ധം ഇതുവരെ വന്നിട്ടില്ലല്ലോ. വലാ യഅ്തൂന സമാഅൻ ഇല്ലാ ഖാലൂ മിസ്ല ദാലിക്. 7 ആകാശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇതേ ചോദ്യം. എന്തായിരിക്കും ഈ സാധനം? വെളുത്ത പട്ടിൽ പൊതിഞ്ഞ മനുഷ്യന്റെ ആത്മാവ്, അങ്ങേയറ്റം സുഗന്ധം വീശുന്ന ഒന്ന്. ഇനി കേട്ടോ, അതാ കേൾക്കേണ്ടത്. ഹത്താ യഅ്തൂന ബിഹി അർവാഹൽ മുഅ്മിനീൻ. അങ്ങനെ പോയി എവിടെ എത്തും? അല്ലിയീൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെയാണ് എന്തുള്ളത്? ഈ റൂഹുകളുടെ വാസസ്ഥലം. റൂഹുകൾക്ക് വാസസ്ഥലമുണ്ട്. അവിടെ മുഅ്മിനുകളുടെ റൂഹുകളൊക്കെ അവർ കാണും. മാഷാ അല്ലാഹ്. എന്തായിരിക്കും ആ ഒരു ഗെറ്റ് ടുഗദറിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു. എത്ര ഗെറ്റ് ടുഗദർ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫലഹും അശദ്ദു ഫറഹൻ മിൻ അഹ്ലിൽ ഗായിബി ബിഗായിബിഹിം. എൻ്റെ ഉപ്പക്ക് എന്നെ കണ്ട സന്തോഷം ഉണ്ടാവില്ലേ? എൻ്റെ ഉമ്മക്ക് എന്നെ കണ്ട സന്തോഷം ഉണ്ടാവില്ലേ? അതായി പറഞ്ഞത്. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അശദ്ദു ഫറഹൻ മിൻ അഹ്ലിൽ ഗായിബി ബിഗായിബിഹിം. ഇത്ര കാലായി മോനെ കണ്ടിട്ട്, എവിടെയായിരുന്നു? എന്നിട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കും, ഫയഖൂലൂൻ മാ ഫഅല ഫുലാൻ. മോനെ ഇന്ന ആളെവിടെ പോയി? കാക്ക എവിടെ പോയി? ഫയഖൂലൂൻ, അപ്പൊ വേറെ കുറച്ച് ആൾക്കാർ പറയും. കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ റൂഹിൽ. കുറച്ച് ആൾക്കാർ പറയും, ദഊഹു ഹത്താ യസ്തരീഹ് ഫഇന്നഹു കാന ഫീ ഗമ്മി ദുനിയ. ഇപ്പൊ ചോദിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം. അവര് ദുനിയാവിലെ ക്ഷീണത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ റെസ്റ്റാണ് അവിടെ. ഭയങ്കര വാക്കാ. ഫഇന്നഹു കാന ഫീ ഗമ്മി ദുനിയ. പക്ഷെ ഇതല്ല കേൾക്കുക. കാരണം ഞാൻ എൻ്റെ വാപ്പൻ്റെ ചോദ്യമല്ലേ ഞാൻ കേൾക്കണം, എൻ്റെ അമ്മൻ്റെ ചോദ്യമല്ലേ കേൾക്കുക. അപ്പൊ മറുപടി പറയും ഞാൻ. എന്താ പറയാ? ഖദ് മാത് അമാ അതാക്കും. കാക്ക മരിച്ചണല്ലോ, വന്നിട്ടില്ല, ഇവിടെ എത്തിയിട്ടില്ല. ഫയഖൂലൂൻ, അപ്പോ ഈ ബന്ധുക്കൾ മറുപടി പറയും, ദുഹിബ ബിഹി ഇലാ ഉമ്മിഹി അൽ ഹാബിയ. അവന്റെ സങ്കേതമായ ഹാബിയത്തിലേക്ക് അവനെ കൊണ്ടുപോയല്ലോ. ഹാബിയ എന്ന് പറഞ്ഞാൽ നരകമാണ്. അള്ളാഹു കാക്കട്ടെ. ഇതാണ് ഇത്. നോക്കൂ, ഞാനിത് ഇങ്ങനെ പറയണത് എന്തെന്ന് വെച്ചാൽ, ഭയപ്പെടരുത്. ഗെറ്റ് ടുഗദറാ. ഓരോ വാചകത്തിലും ഉണ്ട്. ഖബറിൻ്റെ അടുത്ത് പോയി സിയാറത്ത് നടത്തുന്ന ആ വാചകത്തിൽ അതുണ്ട്. പിന്നെന്തിന്? ഈ ഒരു വിചാരം വന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഖബറിലെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും. നാലാമത്തെ കാര്യം, ചോദ്യത്തിന് ഉത്തരം പറയാൻ ഹസ്നുൽ ഖാത്തിമ. ഖാത്തിമത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യം, അവസാനം. അത് നന്നാവാൻ നമ്മൾ കൊതിക്കണം, ആഗ്രഹിക്കണം, കൊതിക്കണം. എന്താ ഹസ്നുൽ ഖാത്തിമ? പലരും പലതാ മനസ്സിലാക്കി വെച്ചത്. ഹസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ, നോക്കൂ, നിങ്ങൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കലല്ല ഹസ്നുൽ ഖാത്തിമ. നിങ്ങൾ സലാത്ത് നടത്തിയ കാർപ്പറ്റിൽ മരിക്കലല്ല ഹസ്നുൽ ഖാത്തിമ. മുസ്ഹഫ് നിങ്ങൾ കൈകളിൽ വെച്ചുകൊണ്ട് മരിക്കലല്ല ഹസ്നുൽ ഖാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് എവിടെയാ? വിരിപ്പ് കിടന്നിട്ടല്ലേ? സുജൂദിലല്ലല്ലോ, മുസ്ഹഫ് പിടിച്ചുകൊണ്ടല്ലല്ലോ, വിരിപ്പ് കിടന്നിട്ട്. സിദ്ദീഖുൽ അക്ബർ ഖൈറുസ് സഹാബ, അദ്ദേഹം മരിച്ചത് അലാ ഫിറാഷിഹി, അദ്ദേഹത്തിന്റെ വിരിപ്പിൽ കിടന്നാ മരിച്ചത്. ഖാലിദ് ബിൻ വലീദ്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു,
സൈഫുല്ലാഹിൽ മസ്ലൂൽ, അള്ളാഹുവിന്റെ ഊരപ്പെട്ട വാൾ. 100ഓളം ജിഹാദുകളിൽ പങ്കെടുത്ത് ഒന്നിലും തോറ്റിട്ടില്ല. അദ്ദേഹം മരിച്ചത് വിരിപ്പ് കിടന്നിട്ട. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, 100ഓളം ജിഹാദുകളിൽ പങ്കെടുത്ത് 700-ലധികം പരിക്കുകൾ ശരീരത്തിലുള്ള ഞാൻ ഒരു കഴുതക്ക് ജീവൻ പോകുന്നത് പോലെ ജീവൻ പോകേണ്ട അവസ്ഥയല്ലേ? ആഗ്രഹിച്ചു. എന്താണ് ഹുസ്നുൽ? ഇതൊന്നുമല്ല ഹുസ്നുൽ ഖാത്തിമ. ഹുസ്നുൽ ഖാത്തിമ എന്നാ ശരിക്കും മനസ്സിലായിക്കോളി. നമുക്ക് ഉത്തരം പറയാൻ കിട്ടണമെങ്കിൽ ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ അൻ തമൂത വ അൻത ബരീഉം മിനശ് ശിർക്ക്. നമ്പർ 1, ശിർക്കിൽ നിന്ന് മുക്തമായി മരിക്കാനാവണം. ശിർക്ക് എന്താന്ന് ഞാൻ പറയണ്ടല്ലോ. 1. 2, വ അൻ തമൂത അൻത ബരീഉം മിനൻ നിഫാഖ്. നിഫാഖിൽ നിന്ന് മുക്തമായി മരിക്കാനാകണം. 2, നിഫാഖില്ലാതെ മരിക്കാനാകണം. ഭയങ്കര പറയണ്ടല്ലോ എന്താ നിഫാഖ്? ഭയപ്പെടണം. 3, അൻ തമൂത വ അൻത മുഫാരിഖുൻ ലിൽ ബിദ്അ ബരീഉൻ മിൻ കുല്ലി ബിദ്അ. എല്ലാ ബിദ്അത്തിൽ നിന്നും മുക്തമായി ജീവിക്കാനാവണം, മരിക്കാനാവണം. ബിദ്അത്തില്ലാതെ മരിക്കാനാവണം. ബിദ്അത്ത് ഉണ്ടായി മരിച്ചാൽ രക്ഷപ്പെടൂല, ഹൗദുൽ കൗസർ കിട്ടൂല. അറിയാലോ നിങ്ങൾക്ക് സംഭവം. 4, തമൂത വ അൻത അലൽ കിതാബി വസ്സുന്ന വമുഅ്മിനുൻ ബിമാ ഫീഹിമാ. കിതാബിലും സുന്നത്തിലുമായി മരിക്കാൻ കഴിയണം. എന്താണോ അള്ളാഹുവിൻ്റെ കിതാബിലുള്ളത്, റസൂലിൻ്റെ സുന്നത്തുള്ളത്, അതനുസരിച്ച് ജീവിച്ച് മരിക്കാനാവണം. 5, തമൂത വ അൻത ഖഫീഫുൽ ഹിംലി മിൻ ദിമാഇൽ മുസ്ലിമീന വ അംവാലിഹിം വ അറാദിഹിം. മുസ്ലിങ്ങളുടെ സമ്പത്തോ മുസ്ലിങ്ങളുടെ അഭിമാനമോ മുസ്ലിങ്ങളുടെ രക്തമോ പുരടാതെ ജീവിക്കാനാവണം. തൊട്ടുപോകരുത് ഇതൊന്നും. തമൂത വ അൻത സലീമുൽ ഖൽബ്. 6, സലീമുൽ ഖൽബായി നല്ല മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉടമകളായി മരിക്കാനാവണം. ഏറ്റവും അവസാനം ശ്രദ്ധിച്ചോ, തമൂത് വ അൻത മുസല്ലിയൻ ഫുറൂദക ഫീ ഔഖാതിഹാ. ഫർള് നമസ്കാരം അതിൻ്റെ സമയത്ത് കൃത്യമായി നമസ്കരിച്ചു കൊണ്ട് മരിക്കാനാവണം. സുന്നത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതാണെന്ത്? ഹുസ്നുൽ ഖാത്തിമ. അപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ കഴിയും. ഇതാണ് ഏറ്റവും അവസാനമായി സഹോദരന്മാരെ എല്ലാവരും ചിന്തിക്കുക. നമ്മളൊക്കെ ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരുപാട് ദുആങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടിയുള്ള. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്നത്, അല്ലാഹുവേ എനിക്ക് ഹുസ്നുൽ ഖാത്തിമത്ത് തരണേ, എൻ്റെ അവസാനം നന്നാക്കണേ, അന്ത്യം നന്നാക്കണേ, ഒക്കെ നല്ല പ്രാർത്ഥന. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്, അതാണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവരും വായിച്ചോളി. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസി ദുനിയാ വഅദാബിൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി ചെയ്ത ദുആ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസി ദുനിയാ വഅദാബിൽ ആഖിറ. ശരിക്കും ശ്രദ്ധിക്കണേ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്സിൻ ആഖിബതനാ, ഞങ്ങളുടെ ആഖിബത്ത്, അന്ത്യം, അത് നീ നന്നാക്കി തരണമേ. ഫിൽ ഉമൂരി കുല്ലിഹാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിൽ. മരണം മാത്രമല്ല കേട്ടോ, എല്ലാം. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അന്ത്യം നല്ലതാക്കി തരണമേ. എല്ലാം പോരാ. വഅജിർനാ, വഅജിർനാ, ഞങ്ങളെ നീ രക്ഷിക്കണമേ. അജിർനാ അറിയാലോ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ പറയല്ലേ. വഅജിർനാ, ഞങ്ങളെ നീ രക്ഷിക്കണമേ. മിൻ ഖിസി ദുനിയാ, മിൻ ഖിസി ദുനിയാ, ദുനിയാവിലെ അപമാനത്തിൽ നിന്ന്. ദുനിയാവിലെ അപമാനം, ദുനിയാവിലും നമ്മൾ എന്തായത്? അപമാനം. പോരാ. വഅദാബിൽ ആഖിറ, ആഖിറത്തിലെ അദാബിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച് തന്നതാണ്. സഹോദരങ്ങളെ, 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇതുകൊണ്ട് മാത്രം ആവില്ല, കുറച്ചും കൂടിയിട്ട്. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഇത് നിങ്ങൾ പഠിക്കല്ല വേണ്ടത്, പഠിക്കല്ല വേണ്ടത്. ഇന്ന് ഞാൻ പറഞ്ഞതൊന്നും പഠിക്കാനുള്ള അല്ല, അവസാനത്തത് മാത്രമേ എന്തുള്ളൂ പഠിക്കാം. ബാക്കിയൊക്കെ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്തും. ഫസ്റ്റിൽ കിട്ടേണ്ടത് അതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ആകണം. ജീവിതത്തെക്കുറിച്ചുള്ള, മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ മാറ്റം വരണം, കൃത്യമായി മാറ്റം വരണം. ആ മാറ്റമാണ് ഈ 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ, 4 ഉള്ളത് ആ മാറ്റമാണ്. ആ മാറ്റമാണ് ഈ ഖബറിലെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഒന്നാമത്തെ വഴി. അല്ലാഹു തആല നോക്കൂ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് നമ്മൾ എളുപ്പമാണ്, അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരും. പക്ഷേ നമ്മൾ മാറും. നമ്മൾ ഈ വിചാരിച്ച് വെച്ചതിൽ നിന്നൊക്കെ മാറുക. ഞാൻ പറഞ്ഞത് മുഴുവൻ അള്ളാഹു പറഞ്ഞതും റസൂലുള്ള പറഞ്ഞതും സഹാബത്ത് പറഞ്ഞതുമൊക്കെയാണ്. എൻ്റെ വക ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ മാറ്റുക. ചിന്തകൾ മാറ്റിയാൽ നമ്മൾ സ്വയം എന്താവും? മാറും. അതാണ് അല്ലാഹു തആല ഖബറിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 കാര്യങ്ങൾ സാധനങ്ങൾ. ഒന്ന്, നമ്മുടെ അൽമനാറിലെ ഒരു ടീച്ചർ, ഫാത്തിമ ടീച്ചർ, അവർ ഒരുപാട് പരീക്ഷണങ്ങൾ അതിജീവിച്ച ഒരു സഹോദരിയാണ്. അവരുടെ മാരകമായ ഒരു രോഗം പിടിപെട്ട് അവർ സുഖമായി തിരിച്ചു വന്നിരുന്നു. മറ്റൊരു രോഗം അവർക്ക് വന്നു. അവരിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ICUയിലുണ്ട്. ദുആ കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും റിക്കവറി ഉണ്ടാകും. ഉണ്ടാലും എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യും. എല്ലാവരും ദുആ ചെയ്യണം. ഒരു വസിയ്യത്താണ്. വളരെ നല്ല ഒരു ടീച്ചറും നല്ലൊരു കുടുംബവും. നല്ലവരെയാണ് അള്ളാഹു വല്ലാണ്ട് പരീക്ഷിക്കുക. നമ്മൾ പലപ്പോഴും പറഞ്ഞതാണല്ലോ. അള്ളാഹു തആല ടീച്ചർക്ക് ഏറ്റവും ഹൈറായത് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ രോഗത്തിൽ നിന്ന് മുക്തി നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2ാമത്തെ കാര്യം, നിങ്ങൾ ഒരു ചെറിയ വീഡിയോ കണ്ടല്ലോ, നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ. ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ, ഗസയിലെ നമ്മുടെ കുട്ടികൾ. എന്താ നമുക്ക് കണ്ടിട്ട് തോന്നിയേ? ഇതൊരു കാഴ്ചയല്ല, ദിവസം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. വളരെ ഭയാനകമാണ്, വളരെ ഭയാനകം. നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വേണ്ട ഒരു കപ്പ് വെള്ളം കുടിക്കാൻ വേണ്ടി ആ വെള്ളം നമ്മുടെ വായയിലേക്ക് ഉയർത്തുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിൻ്റെ വലിപ്പം ഓർമ്മ വരും. ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ, ആ വീഡിയോയിലേക്ക് നോക്കിയാൽ നിങ്ങൾ ആലോചിച്ചു എന്തുമാത്രം ഭീകരമാണ്. എത്ര ആയിരങ്ങളാ കൊച്ചു കുട്ടികൾ. കണ്ടില്ല നിങ്ങൾ ആ കാഴ്ചകളൊക്കെ? നമ്മളെല്ലാവരും ദുആ ചെയ്യണം. നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിനറിയാം നമ്മുടെ അവസ്ഥ. ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ അശക്തരാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയൂ. അത്ര വലിയ ഒരായുധം വേറെ ഇല്ല. അപ്പം എല്ലാവരും നിങ്ങളുടെ ദുആയിൽ, പ്രത്യേകിച്ച് തഹജ്ജുദിൻ്റെ സമയത്തുള്ള പ്രാർത്ഥനകളിൽ ഈ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളെല്ലാവരും ഉൾപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ. ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ. അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ശത്രുക്കളെയും അല്ലാഹുവേ നീ പരാജയപ്പെടുത്തണമേ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനൽ മുഅ്മിനീന ഫി ഫലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനൽ മുസ്ലിമീന ഫി ഫലസ്തീൻ. اللهم ارزقهم رزقا واسعا يا رب العالمين. اللهم اسقهم سقاء واسعا يا رب العالمين. اللهم عليك باليهود، اللهم عليك باليهود، اللهم عليك باليهود فإنهم لا يعجزونك يا الله.
اللهم دمر أعداءك أعداء الدين يا رب العالمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.